കെ ബാബുവിനെതിരായ നിലപാടിൽ ഉറച്ച വി.എം. സുധീരൻ തന്റെ നിലപാട് ഉന്നതാധികാര സമിതിയിൽ പറയുമെന്നും സുധീരൻ പറഞ്ഞു. ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ട് തന്നെയല്ല കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF ഈ കാര്യത്തിലൊരു നിലപാട് പറഞ്ഞിട്ടുണ്ട്. ആ UDFൻ്റെ നിലപാട് പറഞ്ഞത് അവിടെ കൃത്യമായ ചർച്ചയ്ക്ക് ശേഷമാണ്. ആ ചർച്ചയിൽ കോൺഗ്രസിൻ്റെ പ്രാഥമികമായ അഭിപ്രായം അവിടെ പറഞ്ഞിട്ടുണ്ട്. APCC അധ്യക്ഷൻ എന്നുള്ള നിലയിൽ UDFൽ ചർച്ച വന്ന സന്ദർഭത്തിൽ അവിടെ പ്രാഥമികമായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതേക്കുറിച്ച് സമഗ്രമായ ഒരു അഭിപ്രായം പറയുന്നത് 24-ന് ശേഷം 24-ന് ചേരുന്ന രാഷ്ട്രീയകാര്യ സമിതിയിൽ ഈ വിഷയം എല്ലാ വശങ്ങളും ചർച്ച ചെയ്ത് അതേക്കുറിച്ച് കൃത്യമായ ഒരു അഭിപ്രായം, സമഗ്രമായ ഒരു അഭിപ്രായം പാർട്ടിയുടെ ഭാഗത്തുണ്ടാകും. ജോലി സമയത്തെ ഓണാഘോഷ വിഷയത്തിൽ മുഖ്യമന്ത്രിയെ പിന്തുണച്ച MM ഹസൻ വർഗീയമായി കാണുന്നവരാണ് തീരുമാനത്തെ എതിർക്കുന്നത് എന്ന് MM ഹസൻ പറഞ്ഞു. പ്രവൃത്തി സമയം ഓഫീസുകളിൽ ഓണത്തിൻ്റെ പൂക്കളം ഇടരുത്. പലരും അതിനെ രാഷ്ട്രീയമായി എതിർത്തു. ഞാൻ പരസ്യമായി അനുകൂലിച്ചു. കാരണം അതിനെ അനുകൂലിക്കാൻ കാരണം അതിനെ രാഷ്ട്രീയമായിട്ടല്ല പലരും വിമർശിച്ചത്, അതിനെ വർഗീയമായി വിമർശിച്ചു. കെ ബാബുവിന്റെയും ബന്ധുക്കളുടെയും വിദേശയാത്രകൾ സംബന്ധിച്ച വിവരങ്ങൾ കൈമാറാൻ വിജിലൻസ് നിർദ്ദേശം. ഇക്കാര്യം ആവശ്യപ്പെട്ട് ഇമിഗ്രേഷൻ ഓഫീസർക്ക് വിജിലൻസ് കത്ത് നൽകി. ബാബുവിന്റെ സ്വത്ത് വിവരം സംബന്ധിച്ച അന്വേഷണത്തിന്റെ ഭാഗമായി ആദായനികുതി വകുപ്പിനും രജിസ്ട്രേഷൻ IG-ക്കും വിജിലൻസ് നേരത്തെ കത്ത് നൽകിയിരുന്നു. മന്ത്രിയായിരിക്കെ കെ ബാബു നടത്തിയ വിദേശയാത്രകളെക്കുറിച്ചാണ് വിജിലൻസ് അന്വേഷിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ബാബുവിന്റെ പാസ്പോർട്ട് വിജിലൻസ് നേരത്തെ പിടിച്ചെടുത്തിരുന്നു. എന്നാൽ ബാബുവിന്റെ ബന്ധുക്കളുടെയും ബിനാമികളുടെയും പാസ്പോർട്ട് വിജിലൻസിന് ലഭിച്ചിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് ഇമിഗ്രേഷൻ ഓഫീസർക്ക് വിജിലൻസ് കത്ത് നൽകിയിരിക്കുന്നത്. ബാബുവിന്റെയും ബന്ധുക്കളുടെയും ബിനാമികളുടെയും യാത്രാവിവരങ്ങൾ ലഭ്യമാക്കണമെന്നാണ് കത്തിലെ പ്രധാന ആവശ്യം. കഴിഞ്ഞ ദിവസം രജിസ്ട്രേഷൻ IG-ക്ക് വിജിലൻസ് കത്ത് നൽകിയിരുന്നു. ബാബുവിന്റെയും ബിനാമികളുടെയും സ്വത്തുക്കൾ കണ്ടെത്താനാണ് വിജിലൻസിന്റെ ഈ നടപടി. ആദായനികുതി വകുപ്പിനും വിജിലൻസ് നേരത്തെ കത്ത് നൽകിയിട്ടുണ്ട്. ആദായനികുതി റിട്ടേൺ സമർപ്പിച്ചത് സംബന്ധിച്ച വിവരങ്ങൾ അറിയുന്നതിനാണ് ആദായനികുതി വകുപ്പിന് കത്ത് നൽകിയിട്ടുള്ളത്. വിവിധ വകുപ്പുകളുടെ സഹായത്തോടെ ശക്തമായ അന്വേഷണമാണ് വിജിലൻസ് നടത്തുന്നത്. കേസിൽ പ്രാഥമിക തെളിവെടുപ്പ് പൂർത്തിയാക്കിയ അന്വേഷണ സംഘം പിടിച്ചെടുത്ത രേഖകളുടെ പരിശോധന തുടരുകയാണ്. ഒരാഴ്ചയ്ക്കകം പരിശോധനകൾ പൂർത്തിയാക്കി വിജിലൻസ് ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് കടക്കും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കേരള കോൺഗ്രസിനെ ഒറ്റയ്ക്കാക്കി തകർക്കാമെന്ന് ആരും വ്യാമോഹിക്കേണ്ടെന്ന് KM മാണി. കള്ളക്കേസുകളിൽ കുടുക്കി ഒതുക്കാനാവില്ല. സമൂഹ വിവാഹത്തിൽ അഴിമതി ഉണ്ടെന്ന് പറയുന്നത് മുലപ്പാലിൽ ഉപ്പ് ചേർക്കുന്നത് പോലെയാണെന്നും മാണി പറഞ്ഞു. കള്ളക്കേസുകളിൽ കുടുക്കി കേരള കോൺഗ്രസിനെ ഒതുക്കാം എന്നാരെങ്കിലും വിചാരിക്കുന്നുവെങ്കിൽ അത് വിലപ്പോവില്ല എന്ന് ധൈര്യത്തോടുകൂടി ഞാൻ പറയട്ടെ. ഞങ്ങൾ വിരളുകയില്ല. 10 മടങ്ങ് ശക്തിയോടുകൂടി ഞങ്ങൾ ആഞ്ഞടിക്കും. ഞാനത് ആരാണ് എൻ്റെ പിന്നിലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഗവൺമെന്റ് ഇത് പരിശോധിക്കണം. പൊതുപ്രവർത്തകർക്കെതിരെ, രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ ഇത്ര ലാഘവത്തോടുകൂടി കേസുകളെടുക്കാവോ? JNU യൂണിയൻ തെരഞ്ഞെടുപ്പിൽ SFI സഖ്യം വിജയമുറപ്പിച്ചു. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി സ്ഥാനങ്ങൾ ഇടതു സഖ്യത്തിന്. ഒരു സീറ്റ് പോലും നേടാതെ ABUP നിലംപരിശായി. മനു ഞങ്ങളുടെ പ്രതിനിധി ദില്ലിയിൽ നിന്ന്. മനു, കൃത്യമായ ഒരു രാഷ്ട്രീയ ചിത്രം നിലവിൽ ലഭ്യമാണോ? തീർച്ചയായും അരുൺ, നിലവിലെ ലഭ്യമാകുന്ന വിവരങ്ങൾ പ്രകാരം മുഴുവൻ സീറ്റുകളും നിലവിൽ SFI ഐഷ സഖ്യം സ്വന്തമാക്കുന്നതായാണ് നിലവിലെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. നിലവിൽ 5225 വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞു. ഈ വോട്ടുകൾ എണ്ണിക്കഴിയുമ്പോൾ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, അതോടൊപ്പം ജനറൽ സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി സ്ഥാനങ്ങളിൽ വ്യക്തമായ ആധിപത്യം SFI ഐഷ സഖ്യം നിലനിർത്തുന്നു. പ്രസിഡന്റ് സ്ഥാനത്ത് ഐസയുടെ മോഹിത് പാണ്ഡ്യയാണ് മത്സരിച്ചിരുന്നത്. ഇദ്ദേഹം 2100 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുകയാണ്. വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് SFI പ്രവർത്തകനും അതോടൊപ്പം മലയാളിയുമായ അമലാണ് മത്സരിച്ചിരുന്നത്. ഇദ്ദേഹം 2750 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മുന്നേറുകയാണ്. ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് 2500 വോട്ടിന്റെയും അതോടൊപ്പം ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്ത് 1530 വോട്ടിന്റെയും ലീഡാണ് SFI ഐഷ സഖ്യം നിലനിർത്തുന്നത്. ABVP കനത്ത തിരിച്ചടി എല്ലാ മേഖലകളിലും നേരിടുന്നു എന്നാണ് വ്യക്തമാകുന്നത്. നേരത്തെ ഈ ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്തൊക്കെ വ്യക്തമായ കഴിഞ്ഞ തവണ ലീഡ് നേടിയിരുന്ന ABVP ഇത്തവണ 200 വോട്ടുകൾക്ക് മാത്രമായി ചുരുങ്ങുന്ന ഒരു കാഴ്ചയാണ് ദില്ലി ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ നിന്നും ലഭ്യമാകുന്നത്. അതോടൊപ്പം ജോയിന്റ് സെക്രട്ടറി സ്ഥാനങ്ങളിൽ ദളിത് വിദ്യാർത്ഥി സംഘടനയായ ബാബ്ഷ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ്. നിലവിലെ കണക്കുകൾ പ്രകാരം SFI ഐസ സഖ്യം വ്യക്തമായ ആധിപത്യം എല്ലാ മേഖലകളിലും പുലർത്തുന്നു. കൗൺസിലർ സീറ്റുകളിൽ 15 സീറ്റുകളിൽ 14 എണ്ണത്തിലും SFI ഐസ സഖ്യം വിജയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സെൻട്രൽ പാനലിലെ
തെരഞ്ഞെടുപ്പ് ഫലം കൂടി പുറത്തു വരുമ്പോൾ കൃത്യമായ ഭൂരിപക്ഷത്തോടുകൂടി SFI ISF സഖ്യം വൻ വിജയത്തിലേക്ക് നീങ്ങുന്നതായി വ്യക്തമാകുന്നത്. ഇനി 350 വോട്ടുകൾ മാത്രമാണ് എണ്ണിത്തീരാനുള്ളത്. ഈ വോട്ടുകൾ എണ്ണിത്തീരുന്നതോടുകൂടി SFI ISF സഖ്യത്തിന്റെ വിജയം ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിക്കും. ഇപ്പോൾ തന്നെ ABVPയുടെ ശവമഞ്ചലും മറ്റും ഒരുക്കി ആണ് SFI പ്രവർത്തകർ ആഘോഷം നടത്തുന്നത്. ABVP പ്രവർത്തകരെ SFI JNU ക്യാമ്പസിലേക്ക് കാണാനില്ലാത്ത സ്ഥിതിയാണ്. അത്രയധികം വിജയ ആഹ്ലാദത്തിലാണ് SFI ISF സഖ്യം JNUവിൽ ഇപ്പോൾ മത്സര വിജയം പങ്കുവെക്കുന്നത്. അരുൺ, സെൻട്രൽ പാനലിലെ 4 സീറ്റുകളിലും സഖ്യമാണ് ജയിച്ചത്. ജോയിന്റ് സെക്രട്ടറി ഒഴിച്ചുള്ള ബാക്കി എല്ലാ സീറ്റുകളിലും സമ്പൂർണ്ണ ആധിപത്യമാണോ നിലവിൽ? അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് ചിത്രമാണോ ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്? എല്ലാ മേഖലകളും സമസ്തമായ ആധിപത്യം SFI ISF സഖ്യം പുലർത്തും എന്നാണ് വ്യക്തമാകുന്നത്. നേരത്തെ തെരഞ്ഞെടുപ്പ് നടത്തുന്ന വേളയിലെല്ലാം ABVP അടക്കം പ്രചാരണം നടത്തിയിരുന്നത് രാജ്യദ്രോഹികളെ പരാജയപ്പെടുത്തുക എന്ന മുദ്രാവാക്യമൊക്കെ ഉയർത്തിയായിരുന്നു പ്രചാരണം നടത്തിയിരുന്നത്. എന്നാൽ ഇതിനെല്ലാം കനത്ത തിരിച്ചടി നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പ് ചിത്രം ഇപ്പോൾ JNUവിൽ നിന്ന് ലഭ്യമാവുകയാണ്. നിലവിൽ പ്രസിഡന്റ് സ്ഥാനത്ത് വ്യക്തമായ ആധിപത്യം 2500 പരം വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് ഇപ്പോൾ SFI ISF സഖ്യം നിലനിർത്തുന്നത്. ഈ 300 വോട്ടുകൾ മാത്രമേ എണ്ണിത്തീരാനുള്ളൂ എന്നതും എടുത്തു കാണേണ്ട സംഗതിയാണ്. അതോടൊപ്പം ജനറൽ സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി തലങ്ങളിലും കൃത്യമായ ആധിപത്യം 2000-ന് മുകളിൽ വോട്ടുകളുടെ ലീഡ് നിലനിർത്താൻ ഈ ഇടത് സഖ്യത്തിന് സാധിക്കുന്നു എന്നതാണ് ശ്രദ്ധേയം. അതോടൊപ്പം മറ്റു കൗൺസിലർ സീറ്റുകളിൽ നേരത്തെ തന്നെ 14 സീറ്റുകളിലും വിജയം SFI ISF സഖ്യം ഉറപ്പിച്ചിരുന്നു. ദളിത് വിദ്യാർത്ഥി സംഘടനയായ ബാബ്സ ഒരു ശക്തമായ മുന്നേറ്റം നടത്തുമെന്ന് തോന്നിച്ചിരുന്നെങ്കിലും നിലവിൽ SFI ISF സഖ്യത്തിനൊപ്പം എത്താൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. ജോയിന്റ് സെക്രട്ടറി സ്ഥാനത്ത് മാത്രമാണ് നിലവിൽ 2ാം സ്ഥാനത്തേക്ക് ബാബ്സ എത്തിയിരിക്കുന്നത്. മറ്റു മേഖലകളിൽ DSF ആണ് 2ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും ABVP ഈ 4 തലങ്ങളിലും സെൻട്രൽ പാനലിലേക്കുള്ള 4 തലങ്ങളിലും അവസാന വട്ടത്തിലേക്ക് പിന്തള്ളപ്പെട്ടു പോയിരിക്കുന്നു എന്നാണ് വ്യക്തമാകുന്നത്. നിലവിൽ 200-ഉം 300-ഉം വോട്ടുകളാണ് സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി, അതോടൊപ്പം പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങളിലെല്ലാം ABVPക്ക് സ്വന്തമാക്കാനായത്. അതിനാൽ 500-ൽ താഴെ വോട്ടുകളിലേക്ക് ABVP ഓരോ മേഖലയിലും പിന്തള്ളപ്പെട്ടു പോയിരിക്കുന്നു എന്ന കാര്യം JNUവിൽ നിന്നും വ്യക്തമാവുകയാണ്. അല്പസമയങ്ങൾക്കകം ഈ 300 വോട്ടുകൾ കൂടി എണ്ണിക്കഴിയുന്നതോടെ ഔദ്യോഗിക ചിത്രം ലഭ്യമാകും. അരുൺ, മനുശങ്കർ ദില്ലിയിൽ നിന്ന്. JNU യൂണിയൻ തെരഞ്ഞെടുപ്പിൽ SFI സഖ്യം വിജയം ഉറപ്പിച്ചു. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സെക്രട്ടറി സ്ഥാനങ്ങൾ ഇടത് സഖ്യം. ക്ഷേത്രങ്ങളിൽ ആയുധ പരിശീലനം അനുവദിക്കില്ലെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ആവർത്തിച്ചു. ക്ഷേത്രങ്ങളിൽ ആയുധ പരിശീലനം നടക്കുന്നുണ്ടോ എന്നത് വിശദീകരണം നൽകുന്നവർക്കറിയാം. RSSന്റെയും BJPയുടെയും പ്രതികരണം ഇരുട്ടിൽ പൂച്ചയെ തപ്പുന്നതിന് തുല്യമാണെന്നും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. ഇല്ലാത്ത പൂച്ചയെ ഇരുട്ടത്ത് തപ്പുക എന്ന് കേട്ടിട്ടില്ലേ? അതാണ് അവർ ചെയ്യുന്നത്. ഒരു സംഘടനയും നിരോധിച്ച് അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് കരുതുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകരല്ല ഞങ്ങൾ. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഉണ്ടാവുമായിരുന്നില്ല. RSSന്റെ പ്രവർത്തനങ്ങൾ നിരോധിക്കുന്നില്ല എന്ന് മാത്രമല്ല, RSSന്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കേണ്ട കാര്യവും ഞങ്ങൾക്കില്ല. അവർ നന്നായിട്ട് പ്രവർത്തിക്കട്ടെ എന്നാണ് ഞങ്ങൾ പറയുന്നത്. ആകെ പറയുന്നത് ഈ ക്ഷേത്ര പരിസരം, ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ട് അത്തരം പരിശീലന കളരിയാക്കരുതെന്ന്. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം വിളിച്ചോതി കോഴിക്കോട് കോർപ്പറേഷൻ കുടുംബശ്രീ മിഷന്റെ ഓണാഘോഷം. അയൽസഭകളെ സംഘടിപ്പിച്ച് 2000 പൂക്കളം ഒരുക്കിയാണ് ഇത്തവണ കുടുംബശ്രീ പ്രവർത്തകർ ഓണം ആഘോഷിച്ചത്. ഹോർട്ടികോർപ്പിൻ്റെ വിലയുടെ കാര്യത്തിൽ കർക്കശമായ സർക്കുലർ കൊടുത്തിട്ടുണ്ട്. അത് മാർക്കറ്റ് വിലയേക്കാളും താഴ്ന്ന. കോഴിക്കോട് കോർപ്പറേഷന്റെയും കുടുംബശ്രീ മിഷന്റെയും സംയുക്ത നേതൃത്വത്തിലാണ് മെഗാ പൂക്കള മത്സരം സംഘടിപ്പിച്ചത്. മത്സരത്തിൽ കോർപ്പറേഷൻ പരിധിയിലെ കുടുംബശ്രീ CDSന് കീഴിലുള്ള 2021 കുടുംബശ്രീ യൂണിറ്റുകൾ പങ്കെടുത്തു. മതേതരത്വത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശം വിളിച്ചോതിക്കൊണ്ടാണ് പൂക്കള മത്സരം നടന്നത്. രണ്ടു മണിക്കൂറായിരുന്നു പൂക്കളം ഇട്ടുതീർക്കാൻ അനുവദിച്ച സമയം. മത്സരത്തിൽ വിവിധ അയൽസഭകളിൽ നിന്നായി 10,000-ലേറെ സ്ത്രീകൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.